എങ്ങനെയാണ്? അത് അപ്പപ്പ ഞങ്ങൾ എടുത്തോണ്ട് കളയും സാർ. എന്ന് വെച്ചാൽ പൈപ്പ് ലൈൻ ഇല്ലെന്നോ? സാർ ഇവിടെ ഞങ്ങൾ ഒരു ഓട കയറി മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കും. തൊട്ടടുത്തല്ലേ പുഴ? പുഴയിലേക്ക് ഒഴുക്കുക. എന്നിട്ട് വേണം ജനങ്ങളുടെ കുടിവെള്ളം വൃത്തിയിടാവാൻ. സാർ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എന്ത് വൃത്തികെട്ട വേസ്റ്റ് വരണ്ട സാർ. അത് താരാണോ തീരുമാനിക്കാൻ? സാർ പാൽപ്പൊടി, മാവ്, പഞ്ചസാര, സുഗന്ധദ്രവ്യങ്ങളായ ഏലക്ക, ഗ്രാമ്പു തുടങ്ങിയതാണ് ഇവിടുത്തെ വേസ്റ്റ്. അതുകൊണ്ട് കാര്യമില്ല. പഞ്ചാമൃതമായാലും കെട്ടിക്കിടന്ന മാലിന്യമാണ്. അതിൽ നിന്ന് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് ചുറ്റുപാടും പടരും. ജനങ്ങൾ പകർച്ചവ്യാധി വന്ന് ചാവും. സാർ പഞ്ചാര, ഏലക്ക എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാനാണ്? സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. 2 അടി വ്യാസമുള്ള പൈപ്പിട്ട മാലിന്യങ്ങൾ അതിലൂടെ കടലിലേക്ക് ഒഴുകണം. സാർ കടൽ 6 കിലോമീറ്റർ ദൂരെയാണ് സാർ. അവിടെ വരെ പൈപ്പിട്ടാ മതി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടോ? ഒന്നും ഇങ്ങോട്ട് ചോദിക്കട്ടെ, പറയുന്ന അനുസരിച്ച്. ഞാൻ ചോദിക്കും. ഒരു സർക്കാർ ബസ് മുമ്പിൽ കൂടെ പോയാ പുക കൊണ്ട് ആർക്കും കുറെ സമയത്തേക്ക് കണ്ണു കാണാൻ പറ്റില്ല. കോർപ്പറേഷനിലെ ഓടകൾ മന്ത് വരുത്തുന്ന കൊതുകളുടെ സുഖവാസ കേന്ദ്രമാണ്. സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ കൂടെ മനുഷ്യന് നാറിയിട്ട് വഴി നടക്കാൻ പാടില്ല. അവിടെയൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി സാറിന് ഇത്ര താല്പര്യമില്ലാത്ത, അപ്പൊ ജനങ്ങൾക്ക് പകർച്ചവ്യാധി വരുന്നതോ അവർ ചാവുന്നതോ അല്ല കാര്യം. എന്നെ പോലുള്ള പാവപ്പെട്ട